ഹേ ഗായ്സ്, ഇതൊരു കുട്ടി വ്ളോഗാണ്, ഒരു ട്രാവൽ വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ് ബൈ ട്രെയിൻ. ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ബെഞ്ചമിൻ ചേട്ടൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ ഈ പോണത്. ഞാൻ പിന്നെ അജയ് ചേട്ടൻ എന്താ പോകുന്നു, പിന്നെ ഇത് ആദർശല്ല, ഞാൻ ചുമ്മാ അവിടെ കിടന്ന പട്ടീനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓടിപ്പടച്ചാണ് പ്ലാറ്റ്ഫോമിലെത്തിയത്. കാരണം അവിടെ എങ്ങും കാർ പാർക്കിയുള്ള സൗകര്യമില്ല, എല്ലായിടത്തും ഫില്ലായി. പിന്നെ പ്രീമിയം പാർക്കിംഗ് 500 രൂപയ്ക്ക് എന്താ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പൈസ കൊടുത്ത് അവിടെ തന്നെ കാർ പാർക്ക് ചെയ്യേണ്ട സ്നേഹമൊന്നും റെയിൽവേയോടില്ല എന്നുറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഏതോ അയ്യത്ത് കാറ് കൊണ്ടിട്ട് നടന്നു വരുന്ന ആദർശനാണ് നിങ്ങളീ കാണുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് വെളുപ്പാങ്കാലം 3:30ക്കുള്ള വ്ളോഗാണ്. സംഭവം നമ്മൾ ഒരു കല്യാണത്തിന് പോകണം തൃശ്ശൂരേക്ക്. അപ്പം ഉറക്കം വന്നിട്ട് വയ്യ. നമ്മുടെ ബെഞ്ചമിൻ ചേട്ടൻ പ്ലാനജുവിലെ ബെഞ്ചമിൻ ചേട്ടൻ്റെ കല്യാണത്തിന് പോവാണ്. കാപ്പിയൊക്കെ കൊണ്ട് ആൾക്കാർ വന്ന് ബെഞ്ചമിൻ ചേട്ടൻ്റെ കല്യാണത്തിന് പോവാണ്. അപ്പം പൊളിക്കാൻ പോവാണ് ഡയറക്റ്റ് തൃശ്ശൂർ. നമുക്ക് സ്ഥലമെന്ന് പറഞ്ഞുകൂടാ, ട്രെയിനിൽ കയറി ഇനി തൃശ്ശൂർ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഇതിൽ പോകണം. എ സി ഇല്ലാതിട്ടാ പോണോ? ഞാൻ എ സി ഇടാതിട്ടത് പോണം. കൊള്ളാം. പക്ഷേ ഇവൾ എക്സ്പെക്ട് ചെയ്തത് മറ്റേ ബെർത്ത് ആയിരുന്നു. ഞാൻ വിചാരിച്ചിങ്ങനെ അങ്ങോട്ട് ഏർനാടായോണ്ട് ചേർക്കാറാണ്, രാവിലെ പോകുന്നതായോണ്ട് ചേർക്കാറാണ്. അപ്പം അടുത്ത വട്ടം ഇവളെ ലോങ് ഹണിമൂണിനൊക്കെ പോകുമ്പോൾ നമ്മള് ബെർത്തിൽ പോകും അല്ലേടേ. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ആരെ കല്യാണത്തിനാണെന്ന് പറഞ്ഞാൽ നമ്മള് ബെഞ്ചമിൻ ചേട്ടൻ്റെ കല്യാണത്തിനാണ് പോണത്. അജയ് ചേട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങണത് തൊട്ട് ട്രെയിനിലൊക്കെ കയറുന്ന അതിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് വഴിയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ലേറ്റായിട്ട് പ്ലാറ്റ്ഫോമിലെത്തി. അപ്പം അതുകൊണ്ട് ഉറക്കം പറഞ്ഞു. എനിക്ക് ഞാൻ ഉറങ്ങിയില്ല ഇത്രയും നേരമായിട്ട്. രാത്രി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഒരു 1:30 ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. രാവിലെ 9:30 എത്തും. 9:30 എത്തിയിട്ട് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എ സിയും കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഗൈസ്. ഒടുക്കലത്തെ തണുപ്പായിരുന്നു, ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ മുതുകിലൊക്കെ ഭയങ്കര തണുപ്പടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയ്യിരുന്ന ബാഗ് ഞാൻ എടുത്ത് തോളത്തിട്ട്. പിന്നെ എന്തെന്നില്ലാത്തൊരു വെള്ളദാഹമായിരുന്നു. ആ സമയത്താണ് ദൈവപുത്രനെ പോലെ ഞങ്ങളുടെ ബോഗിയിലോട്ടൊരു കാപ്പിച്ചേട്ടൻ കാപ്പി വിളിച്ചുകൊണ്ട് വന്നത്. ആ സമയത്ത് കാപ്പി കിട്ടിയപ്പോൾ ഒരു സുഖം, ഏതാണ്ട് കാശ്മീരിൽ ഇരുന്ന് ഇതൊക്കെ കുടിക്കുന്ന പോലെ ഒരു ഫീൽ. അത്ര തണുപ്പായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിച്ച പശുവിൻ്റെ പല്ലെണ്ണാൻ പാടില്ല. എന്നിരുന്നാൽ ആ കാപ്പിക്ക് കുറച്ച് ആത്മാർത്ഥത കുറവുണ്ടായിരുന്നു. അതായത് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 തുള്ളി പാല്, പിന്നെ സൗന്ദര്യത്തിന് കുറച്ച് കാപ്പിപ്പൊടി, പിന്നെ ബ്രെഡ് ഓംലെറ്റ് വന്ന് അത് സെറ്റായിരുന്നു കേട്ടോ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാട്ടർ 8 ട്രെയിൻ ചെയ്തേനെ. ഒരു 9:30 ആയപ്പോൾ തൃശ്ശൂർ എത്തി. പിന്നെ നമ്മൾ അവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന അത്യാവശ്യം വണ്ണമുള്ള പട്ടിക്കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ചു. പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ് ഇതെന്താന്നുള്ളത് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത്. ഓരോ തൃശ്ശൂർക്കാരനും എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന കുറച്ച് ടോപ്പിക്സാണ് ആന, പൂരം, വെടിക്കെട്ട്, ഇതൊക്കെ. ഈ ചേട്ടനും കയറിയപ്പോൾ തൊട്ടേ നടക്കാൻ പോണ തൃശ്ശൂർ പൂരത്തിൻ്റെ കുറേ പ്രിപ്പറേഷൻസിനെ കുറിച്ചും പിന്നെ അവിടെ തൃശ്ശൂർ ആ ഏരിയ നടക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നല്ല രസമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ അധിക ചാർജ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചേട്ടനായിരുന്നു. ഇതാണ് അസംഷൻ ചർച്ച്, പള്ളിക്കുന്ന്, വരാന്തരപ്പള്ളി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ തലേന്ന് രാമേന്ദ്രയെ പോയി എടുത്തതാണ്. കൊള്ളാല്ലേ. ഞങ്ങൾ ചെന്നപ്പം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും എൻട്രി നടക്കുകയായിരുന്നു. ഇതാണ് ഗൈസ് പള്ളിയുടെ അകം. അടിപൊളിയായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം പുള്ളി 2 ദിവസത്തെ വർക്കും കാര്യങ്ങളും കാരണം ഉറങ്ങിയിട്ടില്ലായിരുന്നു. പാവം. അവിടുത്തെ ചടങ്ങുകളൊക്കെ നടന്നിടപ്പോൾ പുള്ളി ഉറങ്ങിപ്പോയി. ഫൈനലി ഞങ്ങളുടെ ബെഞ്ചമിൻ ചേട്ടൻ ലോക്കായി ഗൈസ്. ഞങ്ങൾ ഇരുന്നത് കുറച്ച് ബാക്കിലോട്ടായിപ്പോയി. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഫാമിലിയും പിന്നെ കുറേ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊരു ഏകദേശം ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് പോലെ ആയിരുന്നു. അങ്ങനെ വെഡ്ഡിങ് സെറമണി കഴിഞ്ഞിട്ട് ചേട്ടനും ചേച്ചിയും വെളിയിലോട്ട് ഇറങ്ങി. അവിടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പണിയിലോട്ട് കിടന്നു ഫുഡ് കഴിക്കാൻ.
കയറി ചെന്നപ്പോൾ തന്നെ സ്നാക്സ് സെക്ഷൻ ആയിരുന്നു. ഒരു ചിക്കൻ ചീസിൻ്റെ ഒരു പപ്സ് കൊടുത്തിട്ട് സാധനവും പിന്നെ ഒരു നഗറ്റും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ജ്യൂസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വാട്ടർമെലൻ, ഗ്രേപ്സ്, ലൈം. ഇതിൽ ഗ്രേപ്പും വാട്ടർമെലനും അടിപൊളിയായിരുന്നു. ഗ്രേപ്പ് അജയ് ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഡിസേർട്ട് സെക്ഷനിൽ ചെന്നപ്പോൾ ഈ ഒരു ഐറ്റം കുനാഫ ഞാൻ ഒരു വട്ടം കണ്ടത് കഴിച്ചിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ബാക്കിയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഈ സെക്ഷൻ ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ബെഞ്ചമിൻ ചേട്ടനെയും കണ്ടിട്ട് ടപ്പനെ ഞങ്ങൾ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് 3 മണിക്കായിരുന്നു ട്രെയിൻ. നല്ല അടിപൊളി കല്യാണമായിരുന്നു. ബെഞ്ചമിൻ ചേട്ടൻ ഇത്രയും നല്ല ഹാപ്പി ആയിട്ട് കുറെ നാൾ ശേഷമാണ്. കാരണം നല്ല രസമുണ്ടായിരുന്നു. മീൻസ് കുറച്ച് എന്താ പറയുക, ഒരുപാട് ആൾക്കാരും നല്ല അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വൈബായിരുന്നു. സ്റ്റേജിൽ കയറി ബെഞ്ചമിൻ ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്ത് കുറച്ച് പാട്ടൊക്കെ പാടിക്കൊടുത്ത് റിയലി ഹാപ്പി. അടിപൊളി ഫുഡായിരുന്നു. താറാവൊക്കെ ഉണ്ടായിരുന്നു. താറാവ് അത് കോരി തിരിച്ച് വീട്ടിലോട്ട് പോകണം. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുത്തു. വിചാരിച്ച പോലൊന്നുമല്ല, ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര ആളായിരുന്നു. ട്രിവാൻഡ്രത്തേക്കാണെന്ന് തോന്നുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയപ്പോൾ ഒരു പരുവായി. കൊല്ലം വരെ നല്ല ആളായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു ട്രെയിനകത്ത്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വെളുപ്പിനെ AC-യിൽ തണുത്ത് വിറച്ച് പോയിട്ട് ഇങ്ങോട്ട് വെയിലത്ത് ചൂടെടുത്ത് പുഴുങ്ങി തിരിച്ചു വന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ അയ്യത്ത് കൊണ്ടിട്ടിരുന്ന പറക്കന്തളിക എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ കുറേ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അവിടെ പോയി ചിക്കൻ കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം ഞങ്ങളുടെ 3 പേരെയും ഫേവറേറ്റായ തട്ടുകട ചൂസ് ചെയ്തു. നട്ടപ്പാതിരയ്ക്ക് തട്ടുദോശ, സാമ്പാർ, രസവട, ചമ്മന്തി അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ ഞങ്ങളൊരു ചായ കൂടെ കുടിച്ച് ഈ ജേണി വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ വ്ളോഗിങ്, എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ വീട്ടിൽ തിരിച്ചു പോണ കോലം. വീട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്തോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.